ഞാൻ ചെറുപ്പം തൊട്ടേ കുഞ്ഞിന് തൊട്ടേ ജനിച്ച് വീണപ്പോൾ തൊട്ടേ തെറിയായിട്ട് വളർന്നവനാണ്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നവരെ റെസ്പെക്ട് ചെയ്യും, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കും. എപ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യരാണെന്ന് തന്നെ ചിരിക്കല്ലോ. ഒക്കെ പറഞ്ഞു എനിക്ക് ക്രൗഡിനെ ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇറങ്ങിയാൽ പോലും എന്നെ രണ്ടുപേർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിൽക്കൂല, നൈസിനെ ഞാൻ വലിയും. ആൾക്കാരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനോ എനിക്ക് ഭയങ്കര എന്തോ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട്. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇവന് വിദ്യാഭ്യാസം ഉണ്ടോ? ഇല്ല. ഇവൻ എന്തോ കോളനിയാണ് ഇവൻ. എന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അരോചകമാണ്. എനിക്കറിയത്തില്ല, അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. കറുപ്പിനെ പറ്റി സംസാരിക്കാത്തവരും കറുപ്പിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് കേരളത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് നമ്മളെല്ലാം കറുത്ത മനുഷ്യന്മാരാണ്. കറുപ്പിനാണ് അഴക്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വെളുത്ത പെൺകുട്ടികളുടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഭൂരിഭാഗം ഒരു 90% പെൺകുട്ടികളും അങ്ങനത്തെ ഒരു മൈൻഡ് ഫീൽ ചെയ്യും. ആ വെളുത്ത പെൺകുട്ടീനേക്കാളും വളരെ വൃത്തി കൂടുതലുള്ളത് ആ കറുത്ത പയ്യനായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി അവളെന്നെ ചതിച്ചിട്ട് പോയി. നിൽക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ കെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടായി ഞാൻ നിനക്കൊരു അച്ഛനായിട്ടും അമ്മയായിട്ടും ഞാൻ കൂടെ ഉണ്ടാവും, ഞാൻ പൊന്നുപോലെ സ്നേഹിച്ചോളാം. വേറെ ആളുകളുടെ ആയിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നതും കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പൊന്നു പോലെ കൊണ്ടു നടക്കുമല്ലായിരുന്നോ. ഞാൻ പാവമായിട്ട് സ്നേഹിക്കുമായിരുന്നു. അവൾ ചെറിയ പൂച്ചക്കുഞ്ഞായിരുന്നു. ഞാൻ ഭയങ്കര പൊന്നു പോലെ കൊണ്ടു നടന്നത്. എനിക്ക് വേണമെങ്കിൽ അപ്പം ഇട്ടിട്ട് പോകുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് അവളുടെ അത്രയ്ക്കും ആഴത്തിലുള്ള ഇഷ്ടം കാരണം എൻ്റെ 2 കൊല്ലമല്ലേ പോയി. എൻ്റെ ഡിപ്രഷനായിരുന്നു. 4 മാസം വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. അച്ഛൻ എന്നൊക്കെ ചെയ്തു പറഞ്ഞാൽ എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ അമിതമായ കുടിയും വലിയും കാര്യങ്ങളൊക്കെ കാരണമാണ് എനിക്ക് അച്ഛൻ ഒരു 10 ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അറ്റാക്ക് വന്ന് മരിച്ചു പോകണം. ചെറുപ്പകാലത്ത് അമ്മ കൂടെ ഇല്ല, അച്ഛൻ്റെ കെയറിങ് കിട്ടുന്നില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടേ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട സമയങ്ങൾ കഴിഞ്ഞു പോയതല്ല. ഞാൻ വരെ ഒരു ഉറുമ്പിനെ പോലെ നോക്കിയാൽ ഞാൻ ആരെയും വേദനിപ്പിക്കാതെ ആരുടെ ലൈഫിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മര്യാദയ്ക്ക് പോകുന്നവരാണ്. എൻ്റെ പെങ്ങളും അനിയനും സെക്കൻഡ് മാരേജിലെ കുട്ടികളാണ് രണ്ടുപേരും. ഞാൻ പിന്നെ വേറെ കെട്ടാനൊന്നും പോയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ. ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറയും നീ കഞ്ചാവ് അടി. ചേട്ടി സത്യം പറഞ്ഞ ദൈവം തമ്പുരാനാണ് സത്യം, എൻ്റെ പെറ്റ അമ്മയാണ് സത്യം, എൻ്റെ അപ്പനാണ് സത്യം. ഇന്നേ വരെ സാമാനം നീ അടിച്ച് കയറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ കുടുംബക്കാരൊന്നും അങ്ങനെ അല്ലായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ട് എൻ്റെ വീടും എൻ്റെ ഒരു 19 സെൻറ്റ് സ്ഥലവും എല്ലാം എൻ്റെ പേരിൽ നിന്ന് അവർ സ്നേഹത്തോടെ കൂടെ നിന്ന് എന്നെ ചതിച്ച് അവർ മേടിച്ചെടുത്തു. നല്ല തെരുവിളിയും ഭയങ്കര ടോക്സിക്കാണ്. ഫാമിലി മൊത്തം അങ്ങനെയൊക്കെയാണ്. എന്തോ എൻ്റെ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിട്ട് എനിക്കറിയത്തില്ല. ഭയങ്കര ശോഭം. 18ാമത്തെ വയസ്സിലേക്ക് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോനെ വിളി മാറി മൈരെന്നുള്ള വിളിയായി. മൈരെന്നുള്ള വിളി മാറിയിട്ട് വേറെ വല്ല വിളിയാക്കിയായി. തള്ളയ്ക്ക് വിളിയായി, തന്തയ്ക്ക് വിളിയായി. അച്ഛനെ കൊന്ന് ഞാനല്ലേ ചോദിച്ചു. എൻ്റെ സ്വന്തം വീട്ടിൽ ഒന്ന് ബാത്റൂമിൽ പോകാനോ ഒന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എടുത്ത് കഴിക്കാനോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനോ അടുക്കളയിൽ കയറാൻ ആ റൂമിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ കരയും. എനിക്ക് ദേഷ്യവും വരും, കരയുകയും ചെയ്യും. എന്നിട്ട് എനിക്കെന്തെങ്കിലും മയിര് തിന്നാൻ തോന്നിയെന്ന് പറയും. നിനക്കൊരു മറ്റൊന്നും തരില്ല താവൂട്ടി തെരുവിളിച്ചിട്ട് ആ ചോറുങ്കരൊക്കെ എടുത്ത് എറിഞ്ഞ് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലെ സെലിബ്രിറ്റി പയ്യന, കറുമ്പനെ പോലെ എന്ന ഭിന്നമൊക്കെ കാരന, എട്ടും പൊട്ടും തീരെയ്യാത്ത പിള്ളേരുടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കുത്തിയുടെ മോട്ടിവേഷനിൽ കൂടുതലും വരുന്നത് തെറിയാണ്. അപ്പോൾ തെറി പറഞ്ഞതിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മൂക്കുത്തിയുടെ കണ്ടന്റിൽ കൂടുതലും തെറി, ഒരു വാക്കെങ്കിലും തെറിയില്ലാത്തൊരു മോട്ടിവേഷൻ പോലും ഇല്ല. ആ തെറി പറയുമ്പോഴത്തേനും ആൾക്കാർ ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ആ ഒരു ഇഷ്ടപ്പെടാത്തത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് അരോചകമായിരിക്കും കേൾക്കുമ്പോൾ. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ട്, പറയുന്ന കാര്യം ശരിയാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് പേര് കൂട്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസുകാരായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സായിരിക്കാം, എൻജിനീയേഴ്സായിരിക്കാം, എല്ലാവരും കുറേ അധികം ആൾക്കാർ എൻ്റെ മുന്നിൽ വന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പോലീസുകാരും പറഞ്ഞിട്ടുണ്ട്, സാറന്മാരും പറഞ്ഞിട്ടുണ്ട്, നീ തെറി പറയുന്നുണ്ടോ കുഴപ്പമില്ല, പക്ഷെ നീ പറയുന്ന കാര്യം ശരിയാണ്, പറയുന്ന കാര്യത്തിൽ റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, കുറച്ച് പേര് ഉണ്ട്. ഇപ്പോൾ അത് ആൾക്കാരുടെ ഇടയിലേക്ക് പെട്ടെന്ന് ഒരു റീച്ച് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണോ ഇതുപോലെ തെറി പറഞ്ഞു തുടങ്ങിയത്? ശ്രദ്ധിക്കപ്പെടാനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ നല്ലോണം തെറിയൊക്കെ കേട്ട് വളർന്നവനാ. അപ്പോൾ പിന്നെ സ്വാഭാവികം നമ്മൾ വളർന്നു വരുന്ന ശൈലി പോലെ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതശൈലി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. അതുപോലെ ഞാൻ ചെറുപ്പം തൊട്ടേ കുഞ്ഞിന് തൊട്ടേ ജനിച്ച് വീണപ്പോൾ തൊട്ടേ തെറിയായിട്ട് വളർന്നവനാ. അപ്പോൾ നമ്മളാരോടും ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഫാമിലി ആയിട്ട് തന്നെ എന്നെ തെറി വിളിച്ച് സോ ഞങ്ങളും അങ്ങനെ പഠിച്ചു. അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് മൊത്തം ഇങ്ങനെയാണെന്നല്ല. കാരണം ഇപ്പോൾ നമ്മൾ ഇത്രയും തന്നെ ടോക്ക് ചെയ്താലും ഞാൻ തെറി പറഞ്ഞില്ലല്ലോ. ഇല്ല. അപ്പോൾ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നവരെ റെസ്പെക്ട് ചെയ്യും, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കും. ഞാൻ പഠിച്ചതൊക്കെ CBSE ഞാൻ പഠിച്ചിട്ടുണ്ട്, ICSE പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റിൽ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരാളുടെ അടുത്ത് നിന്ന് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നല്ലോണം അറിയാം. ഞാൻ അങ്ങനെ സംസാരിക്കുകയും ചെയ്യും.
അങ്ങനെയൊക്കെ കേട്ടെ. അല്ലാണ്ട് ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യരാന്ന് തന്നെ ചിരിക്കല്ലോ ഒക്കെ. അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പൊ മൂക്കുത്തിനെ കാണണേ മൂക്കുത്തിനെ കാണണേ ആൾക്കാർ കാണണമെന്ന് പറഞ്ഞാൽ മൂക്കുത്തിയുടെ കണ്ടന്റ് കാണുന്നത്. ആ കണ്ടന്റ് കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറിയ പറയണത്. ആ തെറി പറയുമ്പോഴത്തേനും മൂക്കുത്തിയുടെ ക്യാരക്ടറും അതുപോലെ തന്നെയാണെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മൂക്കുത്തിനെ കാണുമ്പോൾ എന്താ ഭയങ്കര ഒരു ഭീകരജീവി കാണുമ്പോഴത്തേനും ഒരു ടെററായിട്ടാണ് ആൾക്കാർക്ക് ഫീൽ ചെയ്യുള്ളൂ. അതാണ് മൂക്കുത്തിയുടെ അടുത്ത് എല്ലാവരും കൂടുതലായിട്ടും ആൾക്കാർ വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടോ പുറത്ത് പോകുമ്പോഴത്തേനും? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്രൗഡിനെ ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ചമ്മലെന്ന് ഭയങ്കര ഷൈനെസ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ വെളിയിറങ്ങത്തൊന്നുമില്ല. ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകും, തിരിച്ച് വീട്ടിൽ വരും. അല്ലാണ്ട് ഞാൻ ക്രൗഡിലേക്ക് അങ്ങനെ ഇറങ്ങത്തില്ല. ഇറങ്ങിയാൽ പോലും എന്നെ രണ്ടുപേർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിൽക്കൂല, നൈസിനെ ഞാൻ വലിയും. അതുകൊണ്ടാണ്. അതെന്താ അങ്ങനെ? അല്ല ഒന്നുമില്ല, എനിക്ക് അങ്ങനെ ആൾക്കാരെ കൂടെ നിന്ന് സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനോ എനിക്ക് ഭയങ്കര എന്തോ ബുദ്ധിമുട്ടൊക്കെ ആട്ടെ. ഞാൻ അങ്ങനെ അത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അല്ലാണ്ട് ഞാൻ വലിയ ആളെന്നൊന്നുമില്ല, ഞാൻ അങ്ങനെ പറയുന്നല്ലോ, ദൈവത്തിനാണ് ഞാൻ അങ്ങനെ ആളെന്നല്ല. എനിക്ക് അങ്ങനെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ക്രൗഡിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. ഓക്കെ. ഇപ്പോൾ മൂക്കുത്തി പഠിച്ചത് CBC എന്ന് പറഞ്ഞു, എവിടെയാണ് പഠിച്ചത്? കേന്ദ്ര വിദ്യാലയം ഇടുക്കി പൈനാവിലാണ് പഠിച്ചത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് കൊളമയിൽ തന്നെ നവോദയയിൽ പ്ലസ് ടു കഴിഞ്ഞു? ഇല്ല, പ്ലസ് ടു കഴിഞ്ഞില്ല, 6, 7, 8 ഞാൻ എൻട്രൻസ് എഴുതിയെടുത്താ. അത് കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രി കാലഘട്ടമൊക്കെ എവിടെയായിരുന്നു? ഡിഗ്രി അല്ല 10 കഴിഞ്ഞ് കേന്ദ്ര വിദ്യാലയത്തിൽ നിന്ന് 10 കഴിഞ്ഞ് പിന്നെ ഞാൻ സ്റ്റേറ്റോടെ നമ്മുടെ ഇവിടെ SNM VHS വണ്ണപ്പുറം അവിടെ 10 +1 +2 പഠിച്ചു. പഠിച്ചിറങ്ങി ഇവിടെ തന്നെ വന്നു VHC. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബാംഗ്ലൂർ ഇമ്പാക്റ്റിൽ BCom കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ജയിച്ചു. പേപ്പറൊക്കെ കിട്ടിയോ? പേപ്പറൊക്കെ കിട്ടി. ഞാനെന്തൊരു നാണോ. അതല്ല, എല്ലാരും പറയുന്നു ഞാനിത് പറയാം, എനിക്ക് ഈ കാര്യം പറയണം. എല്ലാരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇവന് വിദ്യാഭ്യാസം ഉണ്ടോ? ഇല്ല. ഇവൻ എന്തോ കോളനിയാണ് ഇവന് വിദ്യാഭ്യാസം ഒന്നുമില്ല, ഇവൻ ഏതോ മറ്റവനാന്നൊക്കെയാ പറയണേ. എന്ത് മറ്റവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എന്താ പറയാ, എന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അരോചകമാണ്. എനിക്കറിയത്തില്ല എന്താ പ്രശ്നം എന്ന്. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. ഞാനും കുഴപ്പമില്ലാത്തൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ മിഡിൽ ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഒരു കോളനിയാന്നൊക്കെ പറയില്ല, സങ്കടമുണ്ട് എനിക്ക്. ഈ നിറത്തിനെ ആൾക്കാർ ചോദ്യം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് പിന്നെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരുടെ അടുത്തും ഉള്ളതാണല്ലോ. ഇപ്പോൾ വേടം തന്നെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടയ്ക്ക് അറിയുന്നതല്ലേ, ഈ കറുപ്പിനെ പറ്റി സംസാരിക്കാത്തവരും കറുപ്പിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് കേരളത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് നമ്മളെല്ലാം കറുത്ത മനുഷ്യന്മാരാണ്. കറുപ്പിനാണ് അഴക്. ഏഴഴകെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പക്ഷെ കറുപ്പിനാണ് അഴക്. കാണാൻ സൗന്ദര്യമുള്ളവന്മാരും സുന്ദരന്മാരും കറുത്തവന്മാരാണ്. പെൺകുട്ടികൾ എങ്ങനെയായിരിക്കാം എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലാണെങ്കിൽ പോലും കഴിഞ്ഞ ഇത്രയും നാൾ ഇന്ന് വരെ കറുപ്പിനെ ഇഷ്ടപ്പെടാതെ നടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കറുപ്പൊക്കെ ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, നമ്മുടെ ഈ കറുപ്പൊക്കെ പ്രശ്നമില്ല. ഇതിലും കുറച്ചുകൂടെ കറുപ്പുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ, ഒരു വെളുത്ത ആളുടെ അടുത്തോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അടുത്ത്, വെളുത്ത പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഒരു ഭൂരിഭാഗം ഒരു 90% പെൺകുട്ടികളും അങ്ങനത്തെ ഒരു മൈൻഡ് ഫീൽ ചെയ്യും. മനസ്സിലായോ? അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയട്ടെ, ചിലപ്പോൾ ആ വെളുത്ത പെൺകുട്ടീനേക്കാളും വളരെ വൃത്തി കൂടുതലുള്ളത് ആ കറുത്ത പയ്യനായിരിക്കും. മനസ്സിലായോ? പക്ഷേ ഭൂരിഭാഗം എല്ലാ ജനങ്ങളും ഈ കറുപ്പിനെ ഭയങ്കര വെറുക്കുന്നുണ്ട്. എന്തുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തൊന്നുമില്ല. അങ്ങനെ വെറുക്കരുത്. എല്ലാ മനുഷ്യന്മാരും ഒരേ മനസ്സായിട്ട് നിൽക്കണം. എല്ലാ മതക്കാരും ഒരു മനസ്സായിട്ട് നിൽക്കണം. വാശിയും വൈരാഗ്യവും ദേഷ്യവും ഇണക്കവും മിണക്കവും ഒക്കെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് വാർ പോലെ നമ്മുടെ കേരളത്തിലൊരു വാറുണ്ടാവും. എന്ത് കറുപ്പും വെളുപ്പാണോ? കറുപ്പും വെളുപ്പല്ല, എല്ലാ രീതിയിലും തന്നെ. മതത്തിന്റെ പേരിലാണെങ്കിലും അടി ഉണ്ടാവും. ഇനിയിപ്പോൾ വരാൻ പോണ കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ കറുപ്പിന്റെ പേരിൽ അടി ഉണ്ടാവും, നിറത്തിന്റെ പേരിൽ അടി ഉണ്ടാവും. ഈ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ സമൂഹത്തിൽ? ഞാൻ പണ്ടേ CBSE പഠിക്കുന്ന സമയത്ത്, കേന്ദ്രത്തിൽ പഠിച്ചുകൊണ്ട സമയത്ത്, ഞാൻ 5ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ ഞാൻ കറുത്തവനാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ക്ലാസ് ലീഡറിൻ്റെ ഇത് തരാതെ പോയിട്ടുണ്ട് പണ്ട്. ഒരു ഹിന്ദി സാറാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ നല്ലോണം പഠിക്കുമായിരുന്നു. കാരണം ഞാൻ പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് 10ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ട സമയത്ത്, 10ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ അച്ഛൻ മരിച്ചു പോണേ, പുള്ളി സർവീസിൽ ഇരുന്ന് മരിച്ചു പോണേ. അപ്പോൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു. ഞാൻ മുടിയൊക്കെ പറ്റ വെട്ടി സൈഡിലൊക്കെ ഒതുക്കി ചീരി, കൂറിയൊക്കെ തൊട്ട് കോളർ ബട്ടണൊക്കെ ഇൻസെറ്റൊക്കെ ചെയ്ത്, ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വളരെ ഡീസൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്നൊരു പയ്യനാണ്, പാവമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, കാരണം എന്നെ ഇതുവരെ സ്കൂളിൽ ക്ലാസ് ലീഡർ ആക്കിയിട്ടില്ല. എനിക്ക് ഭയങ്കര കൊതി എന്നെ ക്ലാസ് ലീഡർ ആക്കാൻ. ക്ലാസ് ലീഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ടീച്ചറിനെ പോലെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ പോയി എന്നിട്ട്
മിണ്ടാരടി ഇതൊക്കെ പറയാലോ അതൊക്കെ. അപ്പൊ ആ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങനെ ഞാനിങ്ങനെ നല്ലോണം പഠിച്ച്. അപ്പോൾ സാറ് പറഞ്ഞു എന്താണ് ഈ ആഴ്ചത്തേക്കുള്ള ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾ നല്ല മാർക്ക് ഏറ്റവും നല്ലോണം മാർക്ക് സ്കോർ ചെയ്യുന്ന ആളെ നമ്മൾ ക്ലാസ് ലീഡർ ആക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. എന്നിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് സാറ് വരാൻ വേണ്ടി രാവിലെ തൊട്ടേ വെയിറ്റിംഗാണ്. എനിക്കിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി, എന്നെ എന്താണ് ക്ലാസ് ലീഡർ ആക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വന്നിട്ട് എന്നെക്കാളും എൻ്റെ ബാക്കിൽ നിന്നതും ഒരു കറുത്ത പയ്യനായിരുന്നു. മൻമോഹൻ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ടാവനെ. അതിൻ്റെ ബാക്കിൽ നിന്നൊരു പെങ്കൊച്ചായിരുന്നു. നിരഞ്ജനാണോ നന്ദനാണോ എനിക്കറിയത്തില്ല. അങ്ങനെ അവളെ ക്ലാസ് ലീഡറാക്കി. അപ്പോൾ ഞാൻ ചോദിച്ചില്ല, കാരണം ഞാൻ ഒരു പാപത്താണ്, ഞാൻ മിണ്ടത്തില്ല, ഞാൻ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. എനിക്ക് അന്ന് തൊട്ടേ പേടി ആൾക്കാരെയൊക്കെ. എന്നിട്ട് ഇവൻ ചോദിച്ചു, ആ എന്നാ സാറേ എന്നെ ലീഡറാക്കാത്തെ? ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ എന്തൊക്കെയൊക്കെ പറഞ്ഞു, ഇല്ല എവിടെ മിണ്ടായിരിക്കാനൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ മിണ്ടായിരുത്തി. എന്നാ അറിയത്തില്ല കേട്ടെ, എനിക്ക് അന്ന് തൊട്ടേ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് സത്യം പറയാലോ. നമ്മുടെ ഈ സമൂഹം കാണുമ്പോൾ തന്നെ അറിയാട്ടെ, മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ തോന്നൽ ശരിയായിരിക്കാം, അങ്ങനെ വെറുതെ ഒന്നും പറയാറൊന്നുമില്ല. പിന്നെ എപ്പോഴാണ് ഈ പ്രണയം തുടങ്ങിയപ്പോഴാണ്? അയ്യോ, പ്രണയം തുടങ്ങിയത് അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് പ്രണയം തുടങ്ങി. ബാംഗ്ലൂർ വെച്ച്? ബാംഗ്ലൂർ വെച്ച് ഫസ്റ്റ് ഇയർ കൊണ്ട് വെച്ചാന്ന് തോന്നുന്നു. അയ്യോ, ഒരു 1.5 പ്രണയമായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാനങ്ങനെ ആരുടെ പറഞ്ഞിട്ടൊന്നുമില്ല, വളരെ മൈന്യൂട്ടായിട്ട് കുറച്ച് പേരെടുത്ത് പറഞ്ഞുള്ളല്ലാണ്ട് നല്ലൊരു പ്രണയകാലമായിരുന്നു. ഏകദേശം 1.5 വർഷം 2 വർഷം അടിപൊളിയായിട്ട് പ്രണയിച്ചു. കല്യാണം കഴിച്ച് ഇപ്പൊ എൻ്റെ വീട്ടിലുണ്ടാകുന്ന ഞങ്ങൾക്ക് 2 പിള്ളേരൊക്കെ ആയാണ്. 21 വയസ്സിൽ തീർച്ചയായിട്ടും കൊണ്ടേ കല്യാണം കഴിഞ്ഞാൽ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവളെന്നെ ചതിച്ചിട്ട് പോയി. ഞാനിപ്പോഴും ആ കുട്ടിയുടെ ഞാൻ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, പക്ഷെ എങ്കിൽ പോലും പാവായിരുന്നു. സ്നേഹിക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ കെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മയുടെ കെയറും എൻ്റെ അച്ഛൻ്റെ കെയറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അവളെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടായി ഞാൻ നിനക്കൊരു അച്ഛനായിട്ടും അമ്മയായിട്ടും ഞാൻ കൂടെ ഉണ്ടാവും, ഞാൻ പൊന്നുപോലെ സ്നേഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് കൂടെ വന്ന്. ആദ്യകാലഘട്ടത്തൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു, പൊന്നുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ രീതിയിലും സപ്പോർട്ടിങ് ആയിരുന്നു. ഒരു 1.5 വർഷം 2 വർഷമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ ഞാനന്ന് മുടിയൊക്കെ ഒത്തിരി നീട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഫ്രീക്ക് മെൻറ്റാലിറ്റി ആയിരുന്നു. അവനെ കുറച്ച് പെൺപിള്ളേരൊക്കെ നോക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇവളുടെ കൂടെയുള്ള കൂട്ടുകാരിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവള് നാട്ടിൽ പോയ സമയത്ത് ഇവളെൻ്റെ അടുത്ത്, അപ്പം ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ശനിയാറിയ വേട്ടെ, ഞങ്ങൾ ഈ 2 കൊല്ലത്തെ റിലേഷൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതുവരെ ഇൻറ്റിമേറ്റ് ആയിട്ടില്ല. ഞാൻ ചെറിയൊരു വെർജിനാ സത്യം. പിന്നെ വിശ്വസിച്ചിടത്തോളം വേറെ കാര്യം അത് പിന്നെ അന്നോട്ട് പിരിക്കണേ താത്തിക്കാത് അതല്ല. എന്നിട്ട് അങ്ങനെ 2 കൊല്ലം സ്നേഹിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല കേട്ടോ, കാരണം എൻ്റെ ആദ്യത്തെ പ്രണയം കേട്ടോ, എൻ്റെ ആദ്യത്തെ പ്രണയം. അപ്പം നമ്മുടെ ആദ്യത്തെ പ്രണയം എന്ന് പറയുമ്പോഴത്തേക്കും ഓഹോ നമ്മൾ ദേവതേനെ പോലെ നോക്കുള്ളൂ. ഉള്ളംകൈയിലൊന്നല്ല, മറ്റേ ഇങ്ങനെ പൊത്തിപ്പിടിക്കും കുഞ്ഞാവിനെ കൊണ്ടുപോലെ അങ്ങനെയായിരുന്നു. പക്ഷേ പറഞ്ഞില്ല കേട്ടെ, നമുക്കുണ്ടല്ലോ നമ്മളെ ശത്രുക്കളെ മനസ്സിലാക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പം. കാരണം അവരെന്ത് ചെയ്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ മിത്രങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് ഭയങ്കര പാടാണ്. അതുപോലെ തന്നെയാണ് ഈ പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും. നമ്മൾ ഒരു പരിധി വിട്ട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും പരിധി വിട്ട് സ്നേഹിക്കാറില്ല. പേടിയാ, എന്തെങ്കിലും പണി കിട്ടും എന്നുള്ളൊരു പേടിയാ. പിന്നെ അതിനെപ്പറ്റി കരയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്നേഹിക്കാൻ പോയിട്ടില്ല. സ്നേഹിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പോലും കരഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ കരഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് പുള്ളിക്കാരത്തി പണി? എന്താ ഇട്ടിട്ട് പോകണോ, ഇത് വേറൊരാളുടെ കൂടെ പോകണോ, എന്തോ പറ്റി? അല്ല പറയാൻ താല്പര്യമില്ല, എങ്കിൽ ഞാൻ പറയാനത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ അവളുടെ കൂട്ടുകാരിക്ക് എന്നെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഈ കൂട്ടുകാരി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് വോയിസ് റെക്കോർഡും വീഡിയോ ക്ലിപ്സും വാട്സപ്പിൽ വീഡിയോ കോൾ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ കാണിച്ച് അവളിങ്ങനെ വേറെ ആളുകളുടെ ആയിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നതും കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു, കോൾ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പൊന്നു പോലെ കൊണ്ടേ നടക്കുമല്ലായിരുന്നു. ഞാൻ പാവമായിട്ട് സ്നേഹിക്കുമായിരുന്നു. അവൾ ചെറിയ പൂച്ചക്കുഞ്ഞായിരുന്നു, ഞാൻ ഭയങ്കര പൊന്നു പോലെ കൊണ്ടേ നടന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സ്വഭാവമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ അപ്പോൾ ഇട്ടിട്ട് പോകുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് അവളുടെ അത്രയ്ക്കും ആഴത്തിലുള്ള ഇഷ്ടം കാരണം എൻ്റെ 2 കൊല്ലമല്ലേ പോയി. എൻ്റെ ജീവിതത്തിൽ 2 കൊല്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്, നമുക്കെല്ലാവർക്കും അതെ. അങ്ങനെ എനിക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ആ റിലേഷൻ അവിടെ വെച്ച് ബ്രേക്കപ്പ് ആക്കി പോകുന്നു. പക്ഷേ എനിക്ക് അവളോടുള്ള അമിതമായ ഇഷ്ടവും പിന്നെ എൻ്റെ വീട്ടിലെൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാമായിരുന്നു. അമിതമായ ഇഷ്ടം കാരണം ഞാൻ ആ ഒരു കാര്യം മറന്നു കളഞ്ഞു. എന്നിട്ട് പിന്നെ വീണ്ടും ആ റിലേഷൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഇവളറിയാതിരിക്കാൻ വേണ്ടി ഞാൻ അവളോട് പറഞ്ഞു, മോളെ അവളിത് അറിയണ്ട, ഞാൻ അറിഞ്ഞ കാര്യം, നീ പറയണ്ട, കുഴപ്പമില്ല, ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഒരു 4-5 പേരോ ആയിട്ട് അവൾ ഇൻറ്റിമേറ്റ് വരെ ആയിരുന്നു.
വേറെ റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും എനിക്ക് അവളെ വീണ്ടും ഇഷ്ടമായിരുന്നു. ഞാനെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാനും തയ്യാറായിരുന്നു. പക്ഷേ പിന്നീടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1.5 മാസം വീണ്ടും അങ്ങനെ പോയി. ഞാൻ അവളുടെ അടുത്ത് ഭയങ്കര ജെന്യുവനായിട്ട് നിൽക്കുന്നു. പക്ഷേ ഇവൾക്കറിയില്ല ഇവളെ ഇങ്ങനത്തെ ഒരു തെണ്ടിത്തരം കാണിച്ച് എനിക്കറിയാമെന്നുള്ള കാര്യം ഇവൾക്കറിയില്ല. പക്ഷെ ഞാൻ ജെന്യുവനായിട്ട് നിൽക്കുന്നു, അവളെ സ്നേഹിക്കുന്നു, പൊന്നുപോലെ കെയർ ചെയ്യുന്നു. ഒരു സമയത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ ഈ കാര്യം അറിഞ്ഞു. അന്ന് തീർന്നു. പിന്നീട് ഒരു 1.5 ആഴ്ച ഡിപ്രഷനായിരുന്നു. 4 മാസം വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. കരച്ചിലും പിഴിച്ചിലും, എന്താ പറയുക, ഒരു റൂമിൽ തന്നെ ആയിരുന്നില്ല. ഈ ജയിലിലെ ഈ മറ്റേ അമേരിക്കൻ സിനിമയിലൊക്കെ കണ്ടല്ലേ, ജയിലിലൊക്കെ ഭക്ഷണം മറ്റേ വാതിലിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്നിരുന്നേ. അതുകൂടെ അമ്മ വാതിൽ തുറക്കത്തില്ലായിരുന്നു. ഒരു സമയം വരെ അമ്മയും പെങ്ങളൊക്കെ വിളിക്കുമായിരുന്നു. ചേട്ടാ പെങ്ങളൊക്കെ ക്ലാസ്സിൽ നിന്നിട്ട് വാതിലിൻ്റെ സൈഡിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. പേടിയായിരുന്നു അവർക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കരുതി. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഇവർ ജനലിൻ്റെ അവിടെ നിന്ന് മറ്റേ തോട്ടി കൊണ്ട് വാതിൽ കുറ്റി തുറക്കും. എൻ്റെ റൂമിൽ വന്നിട്ട് ബ്ലേഡോ മൂച്ചുള്ള സാധനങ്ങളോ ഇരുമ്പോ എന്തെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി. കാരണം ഞാൻ അത്രയും ഡിപ്രസ്ഡ് ആയിരുന്നു. ഞാനിങ്ങനെ റൂമിൽ പാട്ടും വെച്ച് ഇവളുടെ ഫോട്ടോയും നോക്കി, അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിച്ച വോയിസ് റെക്കോർഡുകളും കോൾ റെക്കോർഡിങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കരയുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, എൻ്റെ ഇൻസ്റ്റയിൽ ഞാനിപ്പോഴും എന്താണ് ഞങ്ങളുടെ പണ്ടത്തെ ഒരുമിച്ച് നിൽക്കണ ഫോട്ടോസൊക്കെ ഞാൻ പണ്ട് സോഷ്യൽ മീഡിയ വന്നതിന് മുമ്പ് പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നും ഞാൻ അർച്ചീവ് ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. മനുഷ്യന്മാരല്ലേ, പ്രണയമെന്ന് നമ്മളെ മനസ്സിൽ കാണുമല്ലോ. ഇപ്പോഴും ഇല്ല, ഇപ്പം അങ്ങനെ പ്രണയമൊന്നുമില്ല കേട്ടെ. പക്ഷേ റെസ്പെക്റ്റ് ഉണ്ട് എനിക്ക് അവളോട്. നല്ലൊരു കുട്ടിയായിരുന്നു. ഒരിക്കലും ഞാൻ പ്രാകുന്നൊന്നുമില്ല. നല്ല രീതിയിൽ ജീവിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, അവൾ നല്ലൊരു ലൈഫിലെത്തട്ടെ. ഞാനല്ലാണ്ട് എനിക്കങ്ങനെയൊന്നും തെറ്റത്തില്ല എൻ്റെ ദൈവമേ. അവിടെ നിന്നാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ ടോക്സിക് മോട്ടിവേഷൻ എന്നുള്ളൊരു ലെവലിലേക്ക് വന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പ്രണയം മാത്രമല്ല കേട്ടോ എൻ്റെ ലൈഫിലുണ്ടായ ഒരു സ്ട്രൈക്കിംഗ് ഉള്ള കാര്യം. ജീവിതശൈലി അങ്ങനെ തന്നെയായിരുന്നു. എന്താണ് ഇപ്പോൾ ജീവിതശൈലി കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തായിരുന്നു പറ്റിയത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ 1ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മേനെ ഇട്ടിട്ട് പോയതാണ്. ഞാൻ എൻ്റെ അമ്മയുടെ മുലപ്പാൽ പോലും കുടിക്കാതെ വളർന്നൊരു പയ്യനാണ്. അത് 1 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ അച്ഛൻ എന്നെ വളർത്തിയത്. അച്ഛൻ കട്ടപ്പനയിൽ ഫോറസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അച്ഛയ്ക്ക് അമ്മ പോയതിൻ്റെ സങ്കടത്തിൽ നല്ല വെള്ളമടി ഉണ്ടാകും. നല്ല വെള്ളമടി കുടിച്ച് പൂസായിട്ട് തെറിയോട് തെറി. എന്നെയും തെറി വിളിക്കും. തല്ലൂല കേട്ടോ, പാവം. അച്ഛായ ഭയങ്കര അച്ഛായ എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛായ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ജീവനാണ്. പുള്ളി ഇപ്പം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ എന്താ പറയണേ മറ്റേ വൈരക്കല്ല് പോലെ എടുത്ത് ചങ്ങത്തി ഒട്ടിച്ച് വെച്ചേനെ. അങ്ങനെ ഞാൻ സ്നേഹിക്കുമായിരുന്നു പുള്ളീനെ. പാവമായിരുന്നു. പക്ഷേ പുള്ളിയുടെ അമിതമായ കുടിയും വലിയും കാര്യങ്ങളൊക്കെ കാരണമാണ് എനിക്ക് അച്ഛായ ഒരു 10 ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അച്ഛയൊക്കെ വന്ന് മരിച്ചു പോകണേ. പിന്നീട് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമായിരുന്നു കേട്ടേ. അതുവരെയും ശോകമായിരുന്നു. കാരണം ഞാൻ ചെറുപ്പകാലത്ത് അമ്മ കൂടെ ഇല്ല, അച്ഛൻ്റെ കെയറിങ് കിട്ടുന്നില്ല. 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ നമ്മൾ 4ലും 5ലും 6ലും ആയിക്കോട്ടെ പഠിക്കാൻ പോകുമ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മുടെ ഈ പേരൻസ് മീറ്റിംഗ് വരുമ്പോണ്ടല്ലോ, പേരൻസ് മീറ്റിംഗ് വരുമ്പോൾ എൻ്റെ അച്ഛയെ വരാറ് പോലുമില്ല. അപ്പോൾ എന്നെ കെയർ ഓഫ് ചെയ്യാൻ നിർത്തിക്കുന്ന ഒരു വാർഡനുണ്ട്. വാർഡനല്ല, ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റി വരും. പുള്ളിക്കാരത്തേക്ക് തിരക്കാണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് അവിടെ ഒരു ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരത്തേക്ക് വരില്ല. അപ്പോൾ ഞാനിങ്ങനെ ജനലിൻ്റെ അവിടെ പോയി നോക്കി വയ്ക്കും അച്ഛായി വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. വരില്ല. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സിലുള്ള എല്ലാവരുടെയും പേരൻസ് വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് എങ്ങനെയാണ് അവർ ചോദിക്കും, മോൻ്റെ അച്ഛനും അമ്മയോടെ ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. ഞാനപ്പോൾ സൈലൻ്റായിട്ടൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ഒരു ചെറു പ്രായം തൊട്ട് ഇന്നേ കാലം വരെ ലൈഫിലുണ്ടായുള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ശോകമാണ്. സത്യം പറയാം, ഭയങ്കര ശോകമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടേ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട സമയങ്ങൾ കഴിഞ്ഞു പോയതല്ല. കാരണം ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ ഇന്നേ വരെ ഒരു ഉറുമ്പിനെ പോലും നോക്കിക്കാതെ ഞാൻ ആരെയും വേദനിപ്പിക്കാതെ ആരുടെ ലൈഫിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മര്യാദയ്ക്ക് പോകുന്ന ഒരാളാണ്. പക്ഷെ ഇത്രയൊക്കെ ഒരു പ്രശ്നങ്ങൾ ചിലപ്പോൾ പൂർവീകരികമായിട്ട് ഉണ്ടായ എല്ലാവരും പറയുന്ന പോലെ അങ്ങനെ തോന്നുന്നൊന്നുമില്ല കേട്ടെ. വിധി അല്ലാണ്ട് ഇപ്പം എന്ത്, ദൈവം നമുക്കെന്ന വിധി ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനായിരിക്കും, എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും ഇങ്ങനെ പോട്ടെ. ഇപ്പോൾ അച്ഛനിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിക്കാലത്ത് ആരാണ് മൂക്കുത്തീനെയും പെങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്? ഇല്ല, എൻ്റെ പെങ്ങളും അനിയനും സെക്കൻഡ് മാരേജിലെ കുട്ടികളാണ് രണ്ടുപേരും. ഓക്കെ. ഞാൻ ആദ്യത്തെ മകനാണ്. എൻ്റെ അച്ഛൻ 2ാമത് പേർ കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരുണ്ട്, നിഖിൽ നികിത. അവരെൻ്റെ അനിയന്മാരും അനിയത്തിമാരുമാണ്. ഞാൻ പിന്നെ വേറെ കെട്ടാനൊന്നും പോയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ
ഭയങ്കര ശോകട്ടെ ജീവിതമൊക്കെ സത്യം പറയാലോ. ഇതിന് പക്ഷെ ആ ശോകത്തിൽ നിന്നും ബ്രോ ഒരു ഹാപ്പി കണ്ടെത്താൻ വേണ്ടിയിട്ടാണോ ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് തുടങ്ങിയതും? സ്വന്തം ലൈഫിൽ നിന്ന് എടുത്തിട്ട് സ്വന്തം ലൈഫിൽ നിന്നാണ് താങ്കൾ ഈ മോട്ടിവേഷൻ മൊത്തം കൊടുക്കുന്നത്? ഓരോ കണ്ടന്റിലും അതാണ്. ആ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടെ. ഞാൻ പറഞ്ഞല്ലോ ആദ്യകാല സമയങ്ങളിൽ ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കാൻ, എന്നെ എന്ന് വെച്ചിട്ട് കൂടെ നിന്ന് ചതിക്കാൻ വേണ്ടി സ്നേഹിക്കുന്നവരല്ലാണ്ട് റിയലായിട്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്മാരെ പോലും ഞാനൊരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഡിപ്രഷനെ പറ്റിയും ഓരോ കോണ്ടന്റിനെ പറ്റിയും ഞാനിങ്ങനെ കോണ്ടന്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തുകയും ആ വീഡിയോ കണ്ടന്റിന് ഇഷ്ടപ്പെട്ട് എൻ്റെ PM ഒന്ന് കുറേ ആളുകളോളം, ആയിരക്കണക്കിന് ആളുകളോളം മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവരെൻ്റെ അടുത്ത് കാണിക്കുന്ന ആ റെസ്പെക്റ്റും സ്നേഹവും പച്ചയായ സത്യവും അത്, അതിൻ്റെ അടുത്ത് കളങ്കമൊന്നുമില്ല. അപ്പോൾ എന്നെ സ്നേഹിക്കാൻ ഇത്രയും പേരോ, അയ്യോ അങ്ങനെയൊക്കെ എന്നെ അത്രയും പേരും കെയർ ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ് പിന്നീട് ഇവരുടേതായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയും അവരുടേതായുള്ള ഹാപ്പിനെസ്സിന് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. ഓൾസോ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട് പോകാൻ മുന്നോട്ട് താല്പര്യമില്ല. ഞാൻ ഈ കോണ്ടന്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്നെ ഇങ്ങനെയാണ് ആൾക്കാർ സ്നേഹിക്കുന്നത്. സോ എനിക്ക് അവരെ അങ്ങനെ ഹാപ്പി ആക്കാനേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഒരു ഭാഗം ഇപ്പോൾ പുതിയതായി വന്ന ഒരു ഭാഗം ജനങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് അങ്ങനെ താല്പര്യമില്ല ചേട്ടാ. ഞാൻ ഉള്ള കാര്യം പറയാം, കള്ളം പറയുന്നില്ല. പിന്നീട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ ആരുടെയും ജീവിതത്തിലേക്ക് ഒരു പ്രശ്നത്തിനും പോകാത്തൊരു മനുഷ്യന്മാരാണ്. അപ്പോൾ ഇങ്ങോട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് പറഞ്ഞു പോകും. നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് തിരിച്ച് പറഞ്ഞു പോകും. അപ്പോൾ ആ ഒരു സെൻസിലെടുക്കുക. ഒരിക്കലും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും നമ്മൾ എന്താ പറയുക വൾഗറാവാൻ പോകരുത്. ചിലപ്പോൾ ഫാമിലിയൊക്കെ ആയി പ്രശ്നങ്ങളായി പോകും. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ സംസാരിച്ച് തീർക്കുക. വിക്കി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് നാക്കുണ്ടളിയാ, നമ്മുടെ ആയുധം നമ്മുടെ നാക്കാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ആയുധം നമ്മുടെ നാക്കാണ്. ഓക്കെ, നാക്കുകൊണ്ട് സംസാരിക്കുക. നമുക്ക് നാക്കുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. ലോകത്തിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ആയി തീരാൻ പറ്റും. ദൈവം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ശക്തി തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നേക്കുന്ന ശക്തി എൻ്റെ നാക്കാണ്. നാക്കുള്ളതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലേ? അറിയാനോ? അയ്യോ, ഞാനാ ചുമ്മാ ഫണ്ടിന് വേണ്ടി പാടുക. ഇല്ല, പാടിയിട്ടുണ്ട്. ഒരു സന്തോഷത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സന്തോഷങ്ങൾ ഞാനിങ്ങനെ കണ്ടുപിടിക്കുക. ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറയും, നീ കഞ്ചാവ് അടിക്കുമോ, നീ മറ്റേ കല്ലല്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയും. ചേട്ടി സത്യം പറഞ്ഞ ദൈവം തമ്പുരാനാണ് സത്യം, എൻ്റെ പെറ്റ അമ്മയാണ് സത്യം, എൻ്റെ അപ്പനാണ് സത്യം. ഇന്നേ വരെ ഈ സാമാനം നീ അടിച്ച് കയറ്റിയിട്ടില്ല. ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു 2 വട്ടമെങ്കിലും എൻ്റെ ജീവിതത്തിൽ വെള്ളം അടിച്ചിട്ടുണ്ട്. ഞാൻ സിഗരറ്റ് വലി തുടങ്ങിയത് +2 കഴിഞ്ഞ സമയത്താണ്. സിഗരറ്റ് വലി അങ്ങനെ തുടങ്ങാൻ കാരണം എൻ്റെ ഈ ഓവറായിട്ടുള്ള ഈ ഹൈപ്പർ ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ, അയ്യോ അത് ഭയങ്കര ടോക്സിക് ആയിട്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അത് നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് പിടിച്ചു നിർത്തി. ഇത് ഭയങ്കര സീനത്. അതിങ്ങനെ നമ്മൾ കുറച്ച് നേരം പോലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ പ്രഷർ കാരണം ഉണ്ടല്ലോ, നമ്മുടെ തല വേദനിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരെ വരും. അത്രയ്ക്കും പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ സിഗരറ്റ് വലിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അല്ലാണ്ട് വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പരിപാടി ഇല്ലായിരുന്നു. സിഗരറ്റ് വലി മാത്രം, അതിൻ്റെ അടുത്ത് വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. കാരണം എന്നെ അറിയുന്ന ഈ സമൂഹത്തിലുള്ള എൻ്റെ ഈ കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരിക്കലും ചെയ്യത്തില്ലെന്നുള്ള പേടിയാ, പറ്റത്തില്ല. അല്ലേ? ഈ ലുക്കിലാണോ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ വിലയിരുത്തുന്നത്? ലുക്കിലായിരിക്കാം ചിലപ്പോൾ എല്ലാവരും എന്നെ ഗുണ്ടയായിട്ടും അല്ലെങ്കിൽ മറ്റേ ഈ കഞ്ചാവായിട്ടും അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ കേസ്, ഞാൻ ഉള്ള കാര്യം പറയില്ല. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ആദ്യകാല വീഡിയോസ് നോക്കിയിട്ട് അറിയാൻ പറ്റും ഞാൻ എന്താണ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഭയങ്കര എന്താ പറയുക, മുട്ടിയൊക്കെ അങ്ങോട്ട് അഗ്ലിയായിരുന്നു. ഞാൻ ഭയങ്കര എന്തോ ഒരുമാതിരി ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് അങ്ങനെ ഇരുന്ന് ഞാൻ അപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് നടക്കുന്നത്. കാരണം എന്നെ പെൺകുട്ടികൾ ആരും ശ്രദ്ധിക്കപ്പെടേണ്ട ആവശ്യം എനിക്കില്ല, ആളുകൾ ആരും എന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട ആവശ്യം എനിക്കില്ല. എല്ലാവരും ഇന്ന് വ്യത്യസ്തനായിട്ട് ഒരു അലങ്കോലമായ രീതിയിൽ അങ്ങ് നടന്നാൽ മതി. കാരണം ബ്രേക്കപ്പിൻ്റെ ഒരു പ്രഷർ കാരണമാണ്, ബ്രേക്കപ്പിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഞാൻ ഇങ്ങനെ ആയി പോയത്. അങ്ങനെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ വലിയ സുന്ദരനായിട്ട് നടക്കാനോ. അല്ലെങ്കിൽ ഞാൻ സുന്ദരനല്ല, വേറെ കാര്യം. എന്ന് ഞാൻ പറഞ്ഞാൽ പോലും ഞാൻ സുന്ദരനാണ്, വേറെ കാര്യം. ഇങ്ങനെ എന്തിനാണ് അങ്ങനെ ആയിരുന്നു. അങ്ങനെ എനിക്ക് വലിയ ആളായിട്ട് നടക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടായിരുന്നു അങ്ങനെ നടന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാനെല്ലാം 4 ആൾക്കാരെ കാണിക്കണം, ഒരു ഗ്ലാമറുള്ള പയ്യനായിട്ട് നടക്കണമെങ്കിൽ എനിക്ക് നല്ല വസ്ത്രം മേടിച്ചിടാനും നല്ലവണ്ണം മുടി വെട്ടാനും ഒക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് താല്പര്യമില്ല അതിനെപ്പറ്റി. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ മൂക്കുത്തിട്ട് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കുത്തിയതാണ്, കാതും കുത്തിയത് അങ്ങനെ തന്നെയാണ്. പിന്നെ മുടിയൊക്കെ കളർ ചെയ്തതും കോസ്റ്റ്യൂമൊക്കെ എങ്ങനെ ആക്കിയതും എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി. ഞാൻ
ഞാനിത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്തു എന്ന് കരുതി എന്താണ് ഞാൻ കഞ്ചാവ് ആവണമെന്നില്ല, ഞാൻ എന്താ പറയുക ഒരു MDMA യൂസ് ചെയ്യുന്ന ആളാവണമെന്നില്ല, ഞാൻ വേറെ ഒന്നും ആവണമെന്നില്ല. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഓക്കെ, നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ട വാച്ച് ധരിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ട്, നമ്മളെല്ലാം ഇഷ്ടങ്ങളല്ലേ. അത് നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ചോദ്യം ചെയ്യാൻ പോകേണ്ട ആവശ്യം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ നമ്മളെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയണത് അവൻ ഇതാണ് അവൻ അതാണ് പറയുന്നവർ പറഞ്ഞോട്ടെ, എനിക്ക് പറ്റൂല. ഞാൻ ഒരാളുടെ രണ്ടുപേരെ നാക്കടയ്ക്കാൻ പറ്റും, അടപ്പിക്കാൻ പറ്റും, പക്ഷെ അല്ലാണ്ട് ഈ ജനങ്ങളുടെ മൊത്തം അടപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 പേര് പറഞ്ഞാൽ അതൊരു 100 പേര് വിശ്വസിക്കും, 100 പേര് പറഞ്ഞാൽ അതൊരു 1000 പേര് വിശ്വസിക്കും, 1000 പേര് പറഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചാലും നമ്മളെ അറിയാവുന്നവർക്ക് മാത്രം അറിയാം, അത് വളരെ ചുരുക്കം പേരായിരിക്കട്ടെ. അതുകൊണ്ടേക്ക് ആ ഒരു പ്രഷറൊക്കെയാണ് ഇപ്പം ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായി. എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാനൊരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനാണ്. പക്ഷേ എന്നെ അറിയാത്ത ജനങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ ഒരു തെറ്റുകാരനാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ എൻ്റെ രീതിയിൽ കോണ്ടൻറ്റ് ക്രിയേറ്റൊക്കെ ചെയ്ത് ഞാൻ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് വന്ന സമയത്ത് എൻ്റെ വീഡിയോ ഇവർ തന്നെയാണ് എടുത്ത് റിയാക്ട് ചെയ്തതും എന്നെ തെറി വിളിച്ചതും എന്നെ എന്താ പറയുക ഒരു ഒന്നും അല്ലാതെയാക്കി. ഇവനിനി വളരാൻ പാടില്ല, അവൻ പോട്ടെ എന്ന് പറഞ്ഞ മൈൻഡിൽ എന്നെ തെറി വിളിച്ച് വീഡിയോ ചെയ്യും, എന്നെ റിയാക്ട് ചെയ്യും ഇവർ തന്നെയാണ്. ഞാൻ അവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ചേട്ടയ്ക്ക് എൻ്റെ അക്കൗണ്ട് നോക്കി അറിയാം, ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ആ പാടെ ഒരു 19 പോസ്റ്റ് ഇട്ടുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ എവിടെയും ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. എവിടെ ഒരു പോസ്റ്റ് ഇട്ടില്ല. അത്രയും പോസ്റ്റിലും ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു 3-4 റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ. ഈ 4 പേരെ റിയാക്ഷൻ ഇവർ എന്നെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ ചെയ്തേക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് ഞാൻ വേറെ ആരെയും റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. എനിക്കറിയാം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റീച്ച് കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും എനിക്ക് അങ്ങനെ കിട്ടുന്ന റീച്ച് വേണ്ട കേട്ടെ. ഞാൻ ഉള്ള കാര്യം പറയാലോ, എനിക്ക് അങ്ങനെ കിട്ടുന്ന റീച്ച് വേണ്ട, താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് പയ്യെ ഞാൻ എൻ്റെ കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്, എൻ്റെ സംസാരിക്കുന്നവർ കുറേ പേരുണ്ട്. അവർ ഡിപ്രഷനിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ എൻ്റെ മോട്ടിവേഷൻ കിട്ടി കഴിയുമ്പോൾ അവർ കുറച്ചെങ്കിലും ഹാപ്പി ആവാറുണ്ട്. അവിടെ ഒന്ന് സംസാരിക്കാറുണ്ട്, ചേട്ടായി ഞാൻ ഇത്ര ഓക്കെ അല്ലായിരുന്നു, പക്ഷേ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓക്കെ ആയി, ഹാപ്പി ആയി. സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്ന് ആൾക്കാർ വരെ എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്, ചേട്ടായി ഞാൻ ഇങ്ങോട്ട് തെറ്റ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു, പക്ഷേ എനിക്കിങ്ങനെയാണ് വേണ്ട, അപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്ന് വിളിച്ചത്. അങ്ങനെയൊക്കെ പറഞ്ഞു സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. ഞാൻ അതിൽ എന്താ പറയുക, എന്താ പറയുക, ഈ സന്തോഷത്തിൽ നമുക്ക് ആ ഒരു പാട്ടങ്ങ് പാടിയല്ലോ. ഏത് പാട്ട്? ആ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ മൂക്കുത്തി, ടോക്സിക് മോട്ടിവേഷൻ സ്പീക്കർ ഇൻ കേരള. ഞാൻ എൻ്റെ നാട്ടിലെ സെലിബ്രിറ്റി പയ്യന, കറുമ്പന പോലെ എന്ന ഭിന്നോക്കാരന, എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരുടെ ഫാൻസാ, നാട് മൊത്തം ചുമ്മാ അങ്ങാകപ്പാടെ ഫേമസാ. താങ്ക് യു. അതല്ലോ കുറച്ചുകൂടെ മറന്നു വേണ്ട, കുറേ ആയില്ലേ. പക്ഷേ ആ റീൽസിൽ പാടിയിട്ടേക്കുമ്പോൾ നല്ല പവർ ഉണ്ടേ. അത് ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പറയുന്ന ഓരോ വരികളും ശരിയാട്ടെ. കാരണം സെലിബ്രിറ്റി പയ്യനാന്നൊക്കെ പറഞ്ഞത് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ കുറച്ച് പേര് അറിയപ്പെടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അറിയപ്പെട്ടപ്പോൾ സന്തോഷമുണ്ട്. ഇപ്പോൾ നാട്ടുകാർ ഇവിടെ ഒറ്റ വിളിക്ക് ഓടിയെത്താവുന്ന ആൾക്കാരാണ് ഇവിടെ മൊത്തത്തിലുള്ളതെന്ന്. അതെ, തീർച്ചയായിട്ടും അല്ലേ. അവരൊരു സപ്പോർട്ടും വലിയ കാര്യമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു, മൂക്കുത്തി എന്നുള്ളൊരു പേര്. അയ്യോ, മൂക്കുത്തി എന്നുള്ള പേര് ഞാൻ പറയാൻ പറ്റുമോ? ഞാൻ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൂക്കുത്ത ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ മറ്റേ KBS ഇല്ലേ, കേരള ബിഎഡ് സൊസൈറ്റിയും KHC ഇല്ലേ, കേരള ഹെയർ സൊസൈറ്റിയും, അതിലൊക്കെ എൻ്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ കുറച്ച് മുടിക്കൂട്ട ആൾക്കാർ, മുടി ഒരു ഹാപ്പിനെസ് അത്രേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് പോയി മൂക്ക് സ്റ്റഡ് അടിച്ചതാണ്. അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചറിനെ പേടിച്ചോണ്ട് ഞാൻ മൂക്കത്ത് മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ചോണ്ട് പോകും. സ്റ്റിക്കറില്ല, മറ്റേ പൊട്ട് ബാൻഡില്ലേ, ബാൻഡ്, മറ്റേ ബാൻഡേജ് നടുക്ക് കയറിയിട്ട് കത്രി കൊണ്ടോടെ ഒട്ടിച്ചൊക്കെ പറഞ്ഞു. ഇതൊരു മൂക്കിൻ്റെ ഡിഡീറ്റ് ചെയ്തൊക്കെ പറഞ്ഞേ. അങ്ങനെ എത്ര ദിവസം കൊണ്ടുപോകാൻ പറ്റും? അയ്യോ, അങ്ങനെ അവർ ഒരാഴ്ച വരെ കൊണ്ടായിരുന്നു. ടീച്ചർ കണ്ടുപിടിച്ചായിരുന്നു. പക്ഷെ നമ്മുടെ സ്കൂളിൽ, വണ്ണപ്പ സ്കൂളിൽ അങ്ങനെയല്ല, എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടും കമ്പനിയും ഭയങ്കര സ്നേഹവും എല്ലാവർക്കും. അന്ന് തൊട്ട് കുത്തിയതാണോ ഈ മൂക്കുത്തി? അതെ. എത്ര വർഷമായിട്ട് ഇപ്പോൾ കുത്തിയിരുന്നു? ഒരു 6 വർഷങ്ങളെ കാണുമായിരിക്കും മൂക്കുത്തിയിട്ട്. ആ മൂക്കുത്തി ഉള്ളതുകൊണ്ടാണോ മൂക്കുത്തി എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജും തുടങ്ങിയത്? അതെ. മൂക്കുത്തി എന്നെല്ലാവരും പണ്ട് തൊട്ടേ മൂക്കുത്തിനെ കളിയാക്കി വിളിക്കുമായിരുന്നു. മൂക്കുത്തിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? മൂക്കുത്തി മാത്രമേ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകിലോ മുമ്പിലോ ഒന്നുമില്ല? ഈ കൂട്ടുകാരന്മാർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിളിക്കുമല്ലോ? ഇല്ല, കുഴപ്പമില്ല, അങ്ങനെ വിളിക്കൂല. മൂക്കുത്തി കളിച്ചിരുന്നു. പിന്നെ ആ പേരിന്റെ കൂട്ടത്തിൽ മോട്ടിവേഷൻ പിന്നെ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള നിലയ്ക്ക് തോന്നിയപ്പോൾ മാത്രം ഞാൻ ആ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ചേരുന്നുണ്ടല്ലോ കറക്റ്റായി. അങ്ങനെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ പെങ്ങള് ഭയങ്കര സപ്പോർട്ടാണ്
പെങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ജീവിതത്തിൽ എന്തോരം പെങ്ങൾ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്? ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, എൻ്റെ അമ്മയുടെ നീതിയാണെങ്കിൽ മക്കളാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ സെക്കൻഡ് മാരേജുള്ള ആ ഒരു പിള്ളേരാണെങ്കിൽ പോലും എനിക്കെല്ലാവരും ഒരുപോലെ. കാരണം ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, എന്നെ അങ്ങനെ സ്നേഹിക്കാൻ അങ്ങനെ ഈ ലോകത്ത് ആരുമില്ല. പക്ഷെ ഇവരെന്നെ അങ്ങനെയല്ലേ, ഇവരെന്നെ ഉള്ളിൽ നിന്നാണ് സ്നേഹിക്കുന്നത്. കളങ്കമൊന്നുമില്ല, കളവൊന്നുമില്ല. പക്ഷേ എൻ്റെ കുടുംബക്കാരൊന്നും അങ്ങനെയല്ലായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ട് പോയ എൻ്റെ വീടും എൻ്റെ ഒരു 19 സെൻറ്റ് സ്ഥലവും എല്ലാം എൻ്റെ പേരിൽ നിന്ന് അവർ സ്നേഹത്തോടെ കൂടെ നിന്ന് എന്നെ ചതിച്ച് അവർ മേടിച്ചെടുത്തു. അങ്ങനെ എന്നെ ഒന്നും അല്ലാതെ കളഞ്ഞു. അപ്പോഴൊക്കെ കുറച്ചെങ്കിലും വിശ്വസിച്ച് നമ്മുടെ വിഷമങ്ങൾ പോയി പറയാൻ പറ്റുന്ന ഇവരൊക്കെ എടുത്ത് കാരണം. അതുകൊണ്ട് ഇന്ന് ഞാൻ ജോലിക്ക് പോയി കുടുംബം നോക്കുകയും പിള്ളേരുടെ കാര്യം നോക്കുകയും ചെയ്യുന്നത് സന്തോഷമുണ്ടുള്ള കാര്യം പറയില്ല. അവരെന്നെ വഞ്ചിക്കാതെയാണ് ഞാൻ അവരെൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ തിരിച്ചങ്ങനെ നിൽക്കുന്നത് അത്രയും സന്തോഷം. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ബ്രോ ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ ജോലി, എന്താ ചെയ്യുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ ജോലിക്കായിട്ട് ഞാൻ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും പോയില്ലായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ നാട്ടിൽ വണ്ടി ഓടിക്കുമായിരുന്നു. അങ്ങനെ വണ്ടി ഓടിക്കാൻ വേണ്ടി പോയി. മറ്റേ ഈ റോഡ് തമിഴ്നാടൊക്കെ ആയിട്ട് നമ്മൾ ഈ കന്നേരയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമായിരുന്നു, വലിയ വണ്ടി ഓടിക്കാൻ പോകുമായിരുന്നു. ആ സമയത്ത് ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്തു തുടങ്ങാൻ തന്നെ. പിന്നെ അതൊക്കെ നിർത്തി. അവിടെ നിന്ന് മുതലാളിയായിട്ട് ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ശമ്പളം കാര്യങ്ങളും നേരെ സമയത്ത് വരാത്തതുകൊണ്ട് അവിടെ നിർത്തി. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വീട് വിട്ട് ഞാൻ അങ്ങനെ പുറത്തൊക്കെ ഒത്തിരി ദൂരെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിങ്ങനെ എന്തിനാണ് ഇപ്പം നിങ്ങൾ വന്നപ്പോൾ ഇത്രയും നേരം സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? ചിലപ്പോൾ ഭയങ്കര ലക്കൊണ്ടായിരിക്കാം. കാരണം ഇങ്ങനെയൊന്നും അല്ല, നല്ല തെറിവിളിയും ഭയങ്കര ടോക്സിക്കാണ്. ഫാമിലി മൊത്തം അങ്ങനെയൊക്കെയാണ്. അറിയാലോ, ഇടുക്കിയല്ലേ. പക്ഷെ ഞാൻ ഇടുക്കിയിൽ എല്ലാവരും അങ്ങനെയൊന്നും അറിയണമല്ല കേട്ടോ. നമ്മൾ എന്തോ എൻ്റെ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ. എനിക്കറിയത്തില്ല, ഭയങ്കര ശോകമാണ് ലൈഫ്. ആകപ്പാടെ ഭയങ്കര ശോകമാണ് സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് ഒരു ദിവസം എൻ്റെ സിറ്റുവേഷനിൽ നിന്ന് ജീവിക്കുന്നത് മനസ്സിലാകും, പിറ്റേ ദിവസം പോയി മരിക്കാമെന്ന്. തീർച്ചയായിട്ടും ഞാൻ അവിടെ നിന്നൊക്കെയാണ് ഇങ്ങനെ പയ്യെ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ നിന്ന് പോണത്. ഈ കുടുംബക്കാർ എന്തിനു ചുമ്മാ ഒന്ന് തെറി പറയുമോ? ഇല്ല, ഞാൻ എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് എൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ് നോക്കിയത്. എൻ്റെ വീടിൻ്റെ തൊട്ട് എൻ്റെ അച്ഛൻ്റെ പേരിൽ കിടന്ന വീട് എൻ്റെ പേരിലേക്ക് ആയിരുന്നല്ലോ. എൻ്റെ വീടിൻ്റെ തൊട്ടായിരുന്നു എൻ്റെ ചാച്ചൻ്റെ വീടൊക്കെ. ആ വീട് താമസം വെക്കാതെ എൻ്റെ വീട്ടിലേക്ക് താമസം വന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എനിക്ക് പേടിയുണ്ടല്ലോ, അച്ഛൻ മരിച്ചു പോയല്ലേ ഉള്ളൂ. അമ്മയും കൂടെ ഇല്ല. അമ്മച്ചി മരിച്ചപ്പോൾ വന്നായിരുന്നു, പക്ഷെ പോയി അവർക്ക് അവരുടെ ഫാമിലി ഉണ്ടല്ലോ. അങ്ങനെ അച്ഛയും വന്നായിരുന്നു, മറ്റേ ചാച്ചൻ വന്നായിരുന്നു. ചാച്ചനും ആൻറ്റിയും അവരെല്ലാം വന്ന് അടുത്തൊരു 2 വർഷത്തേക്ക് എന്നെ പൊന്നു പോലെ നോക്കി സ്നേഹിച്ചു. മോനേന്ന് മാത്രമായിരുന്നു വിളിക്കോളൂ. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 10-17 വയസ്സൊക്കെ ആയി. ഒരു 18ാമത്തെ വയസ്സിലേക്ക് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോനെ വിളി മാറി മൈര എന്നുള്ള വിളിയായി. മൈര എന്നുള്ള വിളി മാറിയിട്ട് വേറെ വല്ല വിളിയായി. തള്ളയ്ക്ക് വിളിയായി, തന്തയ്ക്ക് വിളിയായി. അച്ഛനെ കൊന്ന് ഞാനല്ലെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ വരുന്ന രീതിയിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ കുറേ കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും മിണ്ടില്ല അവരോട്. ഞാൻ ഒന്നും മിണ്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ സ്വന്തം വീടാന്ന് നൽകണം. എൻ്റെ സ്വന്തം വീട്ടിൽ ഒന്ന് ബാത്റൂമിൽ പോകാനോ, ഒന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എടുത്ത് കഴിക്കാനോ, എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനോ, അടുക്കളയിൽ കയറാനോ, ആ റൂമിൽ പോകാനോ, ഈ റൂമിൽ പോകാനോ, ഇവിടെ കിടക്കാനോ, അവിടെ കിടക്കാനോ അവരുടെ അനുവാദം വേണ്ടി വന്നിരുന്നു എനിക്ക്. എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് ചോദിക്കാൻ പോലും ആരുമില്ലായിരുന്നു. നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാൻ പോലും ആരുമില്ലായിരുന്നു. എല്ലാവരും തെറിയോട് തെറിയായിരുന്നു തന്നെ. ഒരു കാര്യമില്ല. അങ്ങനെ അവർ തെറി പറഞ്ഞാൽ പോലും എനിക്ക് അവരെ ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ തിരിച്ചൊന്നും പറയത്തില്ല കേട്ടെ. എനിക്കവരങ്ങനെ എന്നെ തെറി വിളിച്ചാൽ പോലും അച്ഛൻ്റെ ചേട്ടനും വിളിക്കുമായിരുന്നു, അച്ഛൻ്റെ ചേട്ടനും വിളിക്കുമായിരുന്നു, ചേട്ടൻ്റെ വൈഫും എന്നെ തെറി വിളിക്കുമായിരുന്നു, എല്ലാവരും തെറി വിളിക്കുമായിരുന്നു. വിളിക്കണ തെറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോടാ മയിലെ മറ്റവനെ മറിച്ചവനൊന്നും അല്ല കേട്ടോ. താകൂട്ടിയും താഴെ താകൂട്ടി അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര ടോക്സിക് ആയിട്ടെന്ന് പറയുമായിരുന്നു. അതൊരു 2 മിനിറ്റ് കേട്ടിരുന്ന അമ്മ സത്യം കരയും. ഏതൊരു മനുഷ്യനും കരയും. തിരിച്ച് പറയാനൊന്നും പറ്റത്തില്ലോട്ടെ. ഞാൻ തിരിച്ച് പറയത്തില്ലായിരുന്നു. ഒത്തിരിയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷയം, പിന്നെ തല്ലാനൊക്കെ വരും. തല്ലിയിട്ടുണ്ടോ? വല്ലപ്പോഴും ഒക്കെ തല്ലിയിട്ടൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ്റെ മോൻ, അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ, എൻ്റെ ചേട്ടൻ പുള്ളി എന്നെ തല്ലിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ തിരിച്ച് സംസാരിച്ചു എന്നുള്ള എൻ്റെ പേരിലൊക്കെ പേടിയായിരുന്നു എനിക്ക് അവിടെ നിൽക്കാനൊക്കെ. അങ്ങനെ അത് എങ്ങനെ മോന്തക്കെട്ട് അടിച്ചോ, എവിടത്തിൻ്റെ അടിച്ചോ? അയ്യോ, അന്നെൻ്റെ തലക്കെട്ടൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട്. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ ആയിരുന്നോ?
ഇല്ല, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഞാൻ എന്നെ ആരെങ്കിലും തല്ലിയാലും എന്നെ വേദനിപ്പിച്ചാലും മുറിവ് വിരിപ്പിച്ചാലും ഞാൻ പോയി ആരോടും പറയൂല എന്നിങ്ങനെ ചെയ്തു. കാരണം അവർക്ക് പിന്നീട് ഒരു പ്രശ്നമായി പോകും. അതുകൊണ്ട് ഞാനങ്ങനൊന്നും പറയൂല. എനിക്ക് എന്തെങ്കിലും വന്നാൽ പോലും ഞാൻ എന്തെങ്കിലും പറ്റിയെന്ന് മാത്രമേ പറയത്തുള്ളൂ. പുറത്തൊന്നുമില്ല, ഞാൻ പയ്യെ മാനേജ് ചെയ്ത് പോകാം നല്ല കാര്യങ്ങളാണ്. പിന്നെ ഒരു 18 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ പേരിലേക്ക് എഴുതിയെടുത്തു. ഒരു വക്കീലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എഴുതിയെടുത്തു. ഒന്നുമല്ലാതെ ഇപ്പം ഞാൻ ഒന്നുമില്ലാത്തവനെ അങ്ങനെ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം ലൈഫിൽ. സക്സസ് ആവാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകണം. ഇങ്ങനെ പോവാണ് ലൈഫ്, ഇങ്ങനെ പോവാണ്. ഇപ്പോൾ അവർ ഈ വീഡിയോസൊക്കെ കാണാറുണ്ടോ? അവർ ഫേസ്ബുക്കിൽ കാണും, എന്നെ വിളിക്കും. സത്യം പറഞ്ഞാൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പേടിയാ. അവരിങ്ങനെ തെറി വിളിക്കുമോ. ഞാൻ മടുത്തേട്ടെ, ഇവരെ ഈ തെറിവിളി കേട്ട് മടുത്തു. ഞാനൊരു തെറ്റും ചെയ്യൂല, ഞാൻ അവരോടൊന്നും പറയൂല, തെറ്റും ചെയ്യൂല, എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. പക്ഷേ സ്കൂൾ വിട്ട് കയറി വന്നാൽ തെറി. 10ാം ക്ലാസ് തൊട്ടേ കേൾക്കുന്നതാണ്. സ്കൂൾ വിട്ട് കയറി വന്നാൽ തെറി, സ്കൂളിൽ പോകുന്ന നേരത്ത് തെറി, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ നേരത്ത് തെറി, ചോറ് കഴിക്കാൻ നേരത്ത് വേർതിരിവ്, കഴിക്കുന്ന ഭക്ഷണത്തിൽ വേർതിരിവ്. ചിക്കൻ കറിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചാറ് മാത്രമേ തരുമായിരുന്നുള്ളൂ. ഭയങ്കര വേർതിരിവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പട്ടിണി കിടന്നുണ്ടോ? പിന്നെ അയ്യോ, പട്ടിണി കിടന്നിട്ടുണ്ടാവുന്നോ. മനുഷ്യന്മാരെല്ലാവരും പട്ടിണി കിടന്നിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പട്ടിണി കിടന്നതിൻ്റെ കൈയും കണക്കുണ്ടാവില്ല. കാരണം നല്ല രീതിയിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. അത് സിറ്റുവേഷൻ മനസ്സിലായി പട്ടിണി കിടന്നൊന്നുമല്ല, ഉണ്ടായിട്ട് പട്ടിണി കിടന്നിട്ടുണ്ട്. തരൂലേ? തരൂലായിരുന്നു, തരാതെ പട്ടിണി കിടന്നിട്ടുണ്ട്. സ്വന്തം വീട്ടുകാർ പോലും ഭക്ഷണം തരാതെ പട്ടിണി കിടന്നിട്ടുണ്ട്. ഞാൻ വിശന്ന് വയറ് വേദന എടുക്കും ഒരു സൈഡിലേക്ക് ഇരുന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ കരയും, എനിക്ക് ദേഷ്യവും വരും, കരയുകയും ചെയ്യും. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും വയറ് തിന്നാൻ തോന്നിയാൽ പറയും. അപ്പോഴത്തേക്കും നിനക്കൊരു മറ്റൊന്നും തരില്ല, താവൂട്ടി തെറി വിളിച്ചിട്ട് ആ ചോറുങ്കരൊക്കെ എടുത്ത് എറിഞ്ഞ് തന്നിട്ടുണ്ട് അവരെല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട്. അത്രയും പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനൊരു തെറ്റും ചെയ്തില്ല കേട്ടോ ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഉറുമ്പിനെ പോലും നോക്കിയത്ര ആളാണ്. പക്ഷെ എന്തോ എൻ്റെ ജീവിതത്തിൽ മാത്രം ദൈവം തമ്പുരാൻ ഇങ്ങനെയൊക്കെ തന്നേക്കുന്നത് എനിക്ക് അറിഞ്ഞോളൂ. എൻ്റെ പൊന്നെ, എന്നെ പറയാൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ജീവിതത്തിനോടൊരു വിരക്തി തോന്നൂല്ലേ? സത്യമായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ ഞാനിങ്ങനെ ചെയ്തതിലും വലിയ തെറ്റൊന്നുമില്ലാന്ന്, ചെയ്യാൻ പോയതിലും. അതൊക്കെയാണ് ജീവിതം, അങ്ങനെയൊക്കെയാണ്. ചൂണ്ടയ്ക്ക് പോകണ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഇപ്പോഴും എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചൂണ്ടിടലും മീൻപിടുത്തം കൂട്ടുകാരന്മാരോട് ഇങ്ങനെ കറങ്ങാൻ പോക്കും, അതൊക്കെ തന്നെ. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ടെൻഷനൊക്കെ ആകുമ്പോഴത്തേക്കും പോയി 2 പുക വലിക്കും, സിഗരറ്റ് വലിക്കും. പുക മറ്റേ കഞ്ചാവല്ല കേട്ടോ, എടുത്തു പറയണത്. അത് പിന്നെ പണി കിട്ടും. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ ചെയ്ത് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ ചില്ലിന് വേണ്ടിയിട്ട് കൂട്ടത്തിലേക്കൊരു പ്രണയിനി കൂടി അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് ആരെങ്കിലും കൂടെ കൂട്ടാൻ താല്പര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ പണ്ടൊരാളെ സ്നേഹിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ, എനിക്ക് തോന്നുന്നു അത്രേ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ നേരത്തെ, ഇപ്പോഴും ഞങ്ങളുടെ ഫോട്ടോസ് ഞാൻ അർച്ചീവ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവളെന്നെ മറന്നു പോയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ ഞങ്ങൾ കഴിഞ്ഞു പോയ ആ ഒരു നിമിഷങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആരും കാണാത്ത ഒരു ലോക്കറിൽ ഞാനിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കാണാൻ തോന്നുമ്പോൾ ഞാൻ തന്നെ എടുത്ത് എൻ്റെ മനസ്സിൽ ഞാൻ ആ സ്വപ്നങ്ങളെ കാണും, പിന്നെ ഞാൻ അടച്ചു വയ്ക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ജീവിതം ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അങ്ങനെയൊന്നുമില്ല. അല്ല, കല്യാണത്തിനെ പറ്റി ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല കേട്ടെ. ഒരു എന്തെങ്കിലും ചിലപ്പോൾ മേ ബി മനുഷ്യനല്ലേ ഉള്ളേ. അതെ, മനസ്സിലായി. നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ ആരെയും കൂടെ തുണയായിട്ട് വേണമല്ലോ. മരിക്കാൻ കിടക്കുമ്പോൾ അതിലൊരു തുള്ളി വെള്ളം വെച്ച് തരാൻ നേരത്തും ആരെങ്കിലും കൂടെ വേണം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കല്യാണം കഴിക്കുമായിരിക്കും, ചിലപ്പോൾ നല്ല കല്യാണം കഴിക്കും. കുടുംബം വേണമല്ലോ, അതുവരെ ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട്, വേറെ ആരും വേണ്ട. എന്താണ് ഭാവി പരിപാടികളൊക്കെ? എന്താ ഭാവി പരിപാടികൾ? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പേരിൽ ചെറിയൊരു FIR ഉണ്ട്, ചെറിയൊരു തല്ലിയേഴ്സിൻ്റെ. അപ്പോൾ എനിക്ക് പുറത്തേക്ക് അങ്ങനെ പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ ഞാൻ പണ്ടേ വല്ല വേറെ എവിടെയെങ്കിലൊക്കെ പോയി ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വന്നു വരുന്നതാണ്. അങ്ങനെ പോകണം, അതൊക്കെ സോർട്ട് ഔട്ടാക്കിയിട്ട് പോകണം. അതെന്ന് ഉണ്ടായതല്ല, അത് ഒരു 5-8 മാസമായി. 8 മാസമൊന്നുമല്ല, ഒരു 9 മാസം 10 മാസം എടുത്താൽ പറയും. എവിടെ വെച്ച്? അത് നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയൊരു പ്രശ്നം. അത് വേറെ കേസ്, അത് ചെറിയ തല്ലിയ കേസ്, ഒരു കേസാണ്. എത്രാമത്തെ പ്രതിയാ? വല്ല പ്രതി ഞാൻ 2ാമത്തെ പ്രതി ഞാൻ കാണാൻ തോന്നുന്നു.
സീനൊന്നുമില്ല, സീനൊന്നുമില്ല, വലിയ കേസല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. ആൾക്ക് വല്ല മാരകമായിട്ട് വല്ലതും പറ്റിയോ? അയ്യോ ഇല്ലില്ല, മാരകമായിട്ട് നമ്മളൊന്നും ചെയ്യില്ല, നമ്മൾ ഉന്തുന്നാലും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പക്ഷെ മറ്റേ ഉന്തി വീണ ആള് എന്നെ കൊല്ലാൻ നോക്കിയെന്നാ പറഞ്ഞത്. അത് ഭയങ്കര വിഷയം പോയി. അപ്പൊ ഞങ്ങള് പുള്ളിക്കാരൻ ആശുപത്രി കിടന്ന് പോയി കണ്ടായിരുന്നു. പുള്ളിക്കാരൻ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരൻ ഞങ്ങൾ ചെന്നപ്പോ ആപ്പിളിന്റെ കഷ്ണം തോണ്ടിക്കൊണ്ടിരിക്കുന്നു അതിൽ വെച്ചിട്ട്. ചേട്ടാ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവോ, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവോ, എവിടെയൊക്കെ കേസായില്ലേ പറഞ്ഞു. എനിക്ക് നിങ്ങൾ നഷ്ടപരിഹാരം തന്നെ, നഷ്ടപരിഹാരം തന്നാൽ ഞാൻ കേസ് ചെയ്ത് പിൻവലിക്കാം. പുള്ളിക്കാരൻ കുറച്ച് പൈസയൊക്കെ ചോദിച്ചായിരുന്നു. കൊടുത്തോ? ഇല്ല, കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞ നല്ലൊരു പൈസയാണ്, നിങ്ങൾ ആ സമയത്ത് കൊടുക്കാനൊന്നും പറ്റില്ല. പിന്നെ വീട്ടുകാരൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, അതിങ്ങനെയൊക്കെ പോട്ടെ, ഇട്ടേക്കും. അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോയേനെ, എനിക്ക് പുറത്തെവിടെയിലേക്ക് ഇതൊക്കെ. അൽമറായി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിന്റെ കമ്പനി ദുബായിലോ അവിടെ കണ്ടുള്ളത്. അപ്പൊ അവിടെ എനിക്ക് കിട്ടിയതാണ്. ജീവിതം പണ്ടൊക്കെ 2 രക്ഷ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി സന്തോഷപൂർണ്ണമായ ജീവിതം വന്ന് വിജയപടികൾ ചവിട്ടി കയറി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.